ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2395. ഇന്ന് ജൂലൈ മാസം 22-ാം തീയതി 203-ാമത്തെ ദിവസത്തിലെത്തി. ശരിയാണ്, എങ്ങനെയൊക്കെ അളന്നു നോക്കുമ്പോഴും എന്നിൽ നന്മയുണ്ട്. അല്പമായിട്ടെങ്കിലും നീതിയും കരുണയുമുണ്ട്. കുറച്ചേ ഉള്ളൂ എങ്കിലും അതിൽ അഭിമാനിച്ചു തന്നെയാണ് പോരുന്നത്. കുറച്ചൊക്കെ അഹങ്കരിച്ചു. എവിടെ വരെ എത്താൻ പറ്റുമെന്നറിയാം? ക്രിസ്തുയേശുവിൻ്റെ നീതിയും കരുണയും സത്യവുമൊക്കെ നന്മയുമൊക്കെ തിരിച്ചറിയുന്നിടത്ത് വരെ. അപ്പോൾ എൻ്റെ നീതിയെയും കരുണയുമൊക്കെ മറികടക്കുന്നുണ്ട്. തീർച്ചയായും 100 മടങ്ങൊന്നുമല്ല, 1000-ഉമല്ല, 10,000-ഉമല്ല. അതിനും മീതെ യേശുവിൻ്റെ കരുണയും നീതിയും നന്മയും ഒക്കെ മറികടന്നു പോകുന്നുണ്ട്. ശരിയാണ്, സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക, അങ്ങനെ ഒരു സാമാന്യ നീതിബോധം മാത്രമാണ് ഉള്ളിലുള്ളത്. സഹായിച്ചിട്ടുള്ളവരെ മറക്കാതിരിക്കുകയും പരമാവധി സഹായിക്കുകയും ചെയ്യുക. അതെ, അതൊരു സാമാന്യ നീതിബോധം തന്നെയാണ്. ഉപകാരം ചെയ്തിട്ടുള്ളവർക്കൊക്കെ പറ്റുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞുപകാരം ചെയ്യുക. ഇനി അതിനൊന്നും പറ്റുന്നില്ലെങ്കിൽ അങ്ങേയറ്റം ഉപദ്രവിക്കാതിരിക്കുക. ഇതൊക്കെ വലിയ കാര്യങ്ങൾ തന്നെയാണ്. വലിയ കാര്യങ്ങളായിട്ട് ഭാവിക്കുന്നത് എന്നിലെ അല്പത്തരമാണെങ്കിലും യേശുവിൻ്റെ നീതിയോ കരുണയോ അനുഭാവമോ അനുകമ്പയോ ഒന്നും ഇതാരുന്നില്ല. ഇതിനെ മറികടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ നീതിയോളം വളരണമെന്നതല്ലേ ശരിക്കും ഒരു യേശു അനുയായി എന്ന നിലയിൽ എൻ്റെ ലക്ഷ്യമോ ഉത്തരവാദിത്വമോ വിളിയോ നിയോഗമോ ഒക്കെ? യേശുവിൻ്റെ നീതിയുടെ ശരിക്കുള്ള പേര് കരുണയെന്നാണ്. പാപിക്കും വിശുദ്ധനും ഒരേ കൃപയിൽ പങ്കു നൽകുന്ന നീതിബോധം. അതങ്ങോട്ട് മനസ്സിലാകാതെ പോവുകയാണ്. സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മൾ ഭേദപ്പെട്ട മനുഷ്യൻ പോലും ആകുന്നില്ല എന്ന് പറഞ്ഞു തന്ന ആളുടെ പേരാണ് ക്രിസ്തുയേശു. മഴയും മഞ്ഞും വെയിലുമൊക്കെ ദൈവം സകലർക്കും ഒരുപോലെ നൽകുന്നുണ്ടല്ലോ എന്നുകൂടി പറഞ്ഞു. അത് ദുഷ്ടന് ശിഷ്ടനുമാണ്, നീതിമാനും നീതിരഹിതനുമാണ്, പാപിക്കും പുണ്യവാനുമാണ്. എന്ത് ദൈവം നൽകുന്ന മഴയും മഞ്ഞും വെയിലുമൊക്കെ. അതുകൊണ്ട് തന്നെ ഉപദ്രവിക്കുന്നവരെ കൂടി പരിഗണിക്കുവാനും അനുഭാവത്തോടെ ചേർത്ത് നിർത്താനും അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ അനുഗ്രഹിക്കുവാനും പഠിപ്പിച്ച ആളാണ് ക്രിസ്തുയേശു. അവിടേക്ക് വരുമ്പോൾ, ആ പാഠം പഠിപ്പിച്ച ക്ലാസ് മുറിയിലേക്ക് വരുമ്പോൾ കണ്ണു മാത്രമല്ല, കാതും വായും ഹൃദയവും അടച്ചാണ് ഞാനിരിക്കുന്നത്. ഒന്ന് തിരുത്താനായിട്ട് ധൈര്യമുണ്ടെന്നാണ് ഈ ദിനങ്ങളിൽ ഞാൻ എന്നോട് തന്നെ ചോദിച്ച് വീണ്ടും വീണ്ടും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആമേൻ.